ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫുഡ് ചലഞ്ചിങ് വീഡിയോ ആണ് കേട്ടോ. ഞാനിപ്പോൾ നൈറ്റ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി ഫ്രഷ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അച്ഛനും അമ്മയും ഞാനും പിന്നെ ചിഞ്ചുവിനെ അറിയായിരിക്കും, വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പുറത്തെ വീട്ടിലെ നീത്തിക്കുട്ടിയാണ് കേട്ടോ ചിഞ്ചു, പോളും പിന്നെ നന്ദുകുട്ടി, 2 കുട്ടികളുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും കൂടിയിട്ടൊരു ചലഞ്ചിങ് വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഇൻട്രോ കൊടുക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ വെക്കിടായിപ്പോയി എടുത്തത്. ഞാൻ പൊതുവെ 2-3 ഇഡ്ഡലി അങ്ങനെയല്ലേ കഴിക്കൂലേ. നോക്കുമ്പോഴത്തേക്ക് ഒട്ടും എനിക്ക് ഇറക്കാൻ പറ്റുന്നില്ല, കാരണം തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ഇറക്കാൻ പറ്റുന്നേ ഇല്ല. അച്ഛനാണെങ്കിൽ എപ്പോഴത്തേനേക്കാളും സ്ലോ മോഷനിൽ നിൽക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അച്ഛൻ, പക്ഷെ കുട്ടികളെ നമ്മൾ വിചാരിച്ച പോലെയല്ല കേട്ടോ, അടിപൊളി വിചാരിച്ച പോലൊന്നും ആയിട്ടില്ല. എന്തെല്ലോ ഒരു തകരാറെല്ലാം ഉണ്ടായിരുന്നു വീഡിയോയിൽ, പിന്നെ ഒരു കോമഡി വീഡിയോ പോലെ ഉള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ? ഓക്കെ അപ്പോൾ ശരി മൂന്നാളുണ്ടായി അങ്ങനത്തെ ചിഞ്ചു നാല് അപ്പൊ നമ്മളെ ഇഡലി തീറ്റ മത്സരം അവസാനിച്ചു. അച്ഛൻ നാണം കിട്ടും, കാരണം 3 എണ്ണ കഴിച്ചില്ല. നമ്മളെ ലീഡ് ചെയ്തത് ബിജുവാട്ടനാണ്. നന്ദുകുട്ടി എത്ര കഴിച്ചിന്? 4. അമ്മ 3, ഞാനും 3 കേട്ടാ. അപ്പൊ ചിഞ്ചു ആണ് ഫസ്റ്റ്. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണം. അച്ഛൻ കൊടുത്ത അച്ഛനും ബിജുവാട്ടനും കൂടിയിട്ട് ഗിഫ്റ്റ് ചിഞ്ചു. എനിക്ക് ആവില്ല എന്ന് പറഞ്ഞിട്ട് മത്സര വാശിയില് 4 എണ്ണം കഴിച്ചു. അല്ല ഓളെ അമ്മമ്മ ഇഡലി വിട്ടാ ഓക്ക് ദോശ ഇട്ട് കൊടുക്കലാ. അതോളാ ഇഡലി തിന്നെ. നന്ദൂട്ടിയും കഴിച്ചു 4. നന്ദൂട്ടിക്ക് ഉണ്ട് കേട്ടാ സെക്കൻഡ് പ്രൈസ്. തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ഇറക്കാൻ പറ്റണ്ടേ. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് എടുക്കാം. അച്ഛന് മതിയായിട്ടില്ല, അച്ഛൻ മല്ലേ തിന്നു. നമ്മളെ ഇഡലി പാത്രം കാലിയാക്കി. അങ്ങനെ നമ്മളെ മത്സരം അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ചിഞ്ചു.
ബിജുവാട്ടിനാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഗിഫ്റ്റ് എടുക്കട്ടെ? നമ്മള് ഹെൽത്തി ആയിട്ടുള്ള ഗിഫ്റ്റേ കൊടുക്കുള്ളൂ. അതെ, ഈ കളർ നോക്കി ബത്തക്ക. എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്യ്. അപ്പൊ അടിപൊളിയാക്കിയില്ലേ അല്ലേ? ഇത്രയും വലിയവരപ്പുറം മത്സരിച്ചിട്ട് ചിഞ്ചു ലീഡ് ചെയ്തില്ലേ? കൺഗ്രാറ്റ്സ്. നെക്സ്റ്റ് സെക്കൻഡ് പ്രൈസ് ചിഞ്ചുവിന് അല്ല നന്ദൂട്ടിക്കാണ്. എന്താ നന്ദൂട്ടിക്ക് ക്ലാപ്പ് ചെയ്. ഇത് ഷെയർ ചെയ്തോട്ടെ എല്ലാരും. നന്ദൂട്ടി കൂടുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ടാൾക്ക് സന്തോഷായ? രണ്ടാളും ഹാപ്പി ആയില്ലേ? ഗിഫ്റ്റ് പൊക്കി കാണിക്ക്. ചിഞ്ചുന് പോകുമ്പോ ഓക്കെ. പിന്നെ ഇല്ല, നമ്മൾ ഇനി അടിപൊളി ചലഞ്ചിങ് വീഡിയോ അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം ചെയ്യും കേട്ടോ. ഇനി ഇപ്പോൾ കാവേച്ചിയെല്ലാം വരുന്നില്ല, എൻ്റെ ഏച്ചിയെല്ലാം. അപ്പോൾ ആ സമയത്തെല്ലാം നമ്മൾ അങ്ങനത്തെ വീഡിയോ എല്ലാം ചെയ്യുക. പിന്നെ ഇതിങ്ങനെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ ഇവർക്ക് അങ്ങനെ അറിയില്ലല്ലോ, അച്ഛനും അമ്മക്കായാലും ഇങ്ങനെ. അതുകൊണ്ടൊരു വലിയ ഐഡിയ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഇവിടുന്നെല്ലാം അങ്ങ് എടുത്ത പോലെയുള്ളത് വീഡിയോ. പിന്നെ കൺട്രോൾ ചെയ്യാൻ ഒരാൾ വേണം, എന്നാലും നമുക്ക് ഇങ്ങനത്തെ മത്സരമെല്ലാം അടിപൊളിയായിട്ട് നടത്താൻ പറ്റുള്ളൂ. ഹലോ, അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടാ. ഒരു ചെറിയ വീഡിയോ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നത്. നമ്മളെ ചലഞ്ചിങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കാൻ ഞാനില്ല ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് നിന്നതായിരുന്നു ചിഞ്ചു നന്ദൂട്ടി. അപ്പോൾ അവർ രണ്ടാളുമാണ് എൻ്റെ ഗിഫ്റ്റ് കൊണ്ടുപോയത്. ഞാൻ വേഗം പോയിട്ട് അവിടെ നിന്ന് വാങ്ങിയതാട്ടോ, സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. ഒരു ബത്തക്കും പിന്നെ ഇതും ചോക്ലേറ്റും. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി, അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇങ്ങനത്തെ എല്ലാം മത്സരം വെക്കുമ്പം ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.